നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഗ്രൂവ്സ് ഓർ സൽക്കൈ. സോ ഗ്രൂവ്സ് ഓർ സൽക്കൈയിൽ വരുന്ന ഫസ്റ്റത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ കൊറോണറി സൽക്കസ്. സോ വാട്ട് ഈസ് കൊറോണറി സൽക്കസ്? ദ ആട്രിയ ആർ സെപ്പറേറ്റഡ് ഫ്രം ദ വെൻട്രിക്കിൾ ബൈ എ സർക്കുലർ ആട്രിയോ വെൻട്രിക്കുലർ ഓർ കൊറോണറി സൽക്കസ്. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഹാർട്ട് എങ്കിൽ ഓക്കെ, ഈ ആട്രിയനെ വെൻട്രിക്കിളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണ ഒരു സംഭവമാണ് കൊറോണറി സൽക്കസ്. ഓക്കെ, സെപ്പറേറ്റഡ് ഫ്രം ദ വെൻട്രിക്കിൾ ബൈ എ സർക്കുലർ ആട്രിയോ വെൻട്രിക്കുലർ അല്ലെങ്കിൽ കൊറോണറി സൽക്കസ്. സോ കൊറോണറി സൽക്കസ് എന്ന് വെച്ചാൽ ആട്രിയനെ വെൻട്രിക്കിളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സൽക്കസാണ്. ഓക്കെ, ഈ ഗൈറസും സൽക്കസും നമ്മുടെ ബ്രെയിനിൽ പഠിക്കും. സൽക്കസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെയാണ്, ഒരു കുഴി പോലെയാണ് ഉണ്ടാവുക. ഇതാണ് സൽക്കസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രെയിനിൽ. ഓക്കെ, ഇതിനാണ് നമ്മൾ സൽക്കസ് എന്ന് ഉദ്ദേശിക്കുക. ഈ പൊന്തി നിൽക്കുന്നതിനാണ് ഗൈറായി എന്ന് ഉദ്ദേശിക്കുക. സോ ഇതാണ് സൽക്കസ്, ഇതാണ് ഗൈറസ്. സോ ഈ സൽക്കസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ വെള്ളമൊക്കെ പോവാൻ ചാല് വെട്ടിയിട്ടില്ലേ, അതേപോലെ ഒരു സംഭവമാണ്. അത് നമ്മൾ ആട്രിയനും വെൻട്രിക്കിളിനും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ കൊറോണറി സൽക്കസ് എന്ന് പറയും. ഇനി കൊറോണറി സൽക്കസിന് ആന്റീരിയർ പാർട്ടാക്കിയിട്ടും പോസ്റ്റീരിയർ പാർട്ടാക്കിയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ ആന്റീരിയർ പാർട്ടിൽ റൈറ്റ് ഹാഫ് ഉണ്ട്, ലെഫ്റ്റ് ഹാഫും ഉണ്ട്. സോ ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ചാർട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. കാരണം ടെക്സ്റ്റിൽ ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ചാർട്ട് വൈസ് പഠിക്കുമ്പോൾ മെമ്മറൈസ് ചെയ്തിരിക്കാൻ സുഖമാണ്. സോ ആന്റീരിയർ പാർട്ടിൽ റൈറ്റ് ഹാഫ് ഉണ്ട്, ലെഫ്റ്റ് ഹാഫ് ഉണ്ട്. ആ റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത് റൈറ്റ് ആട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കലിന്റെയും ഇടയിലാണുള്ളത്. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഹാർട്ട്. സോ റൈറ്റ് ആട്രിയം, ഓക്കെ, അതാണ് റൈറ്റ് ആട്രിയം. ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. ആ റൈറ്റ് ആട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ ഒബ്ലിക്വലി ഇങ്ങനെ വളഞ്ഞിട്ട്, അതാണ് ഒബ്ലിക്വലി ചെരിഞ്ഞിരിക്കാന്ന് ഉദ്ദേശിക്കുക. അങ്ങനെയാണ് നമ്മുടെ റൈറ്റ് ഹാഫ് ഉള്ളത്. ഈ റൈറ്റ് ഹാഫിന്റെ ഫംഗ്ഷൻ എന്താ? ലോഡ്ജിങ് റൈറ്റ് കൊറോണറി ആർട്ടറി. നമ്മുടെ ഹാർട്ടിനുള്ള ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നതാണ് കൊറോണറി ആർട്ടറീസ്. അതിൽ റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. അതിലെ റൈറ്റ് കൊറോണറി ആർട്ടറി ആണ് നമ്മുടെ ഈ കൊറോണറി സൽക്കസിന്റെ റൈറ്റ് ഹാഫിലുള്ളത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മളൊരു ചാല് വെട്ടി ഇങ്ങനെ ഇട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരു ആർട്ടറി ഇങ്ങനെ ഫിക്സ് ചെയ്ത് പോകും. കണ്ട, ഇങ്ങനെ ലോഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് പോകും. ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോവില്ല. കാരണം ഇതിന്റെ ഉള്ളിൽ ഫിക്സ്ഡ് ആണ്. നമ്മൾ പണ്ടൊക്കെ ടോയ്സിന്റെ ഉള്ളിൽ ബാറ്ററി ഇട്ടേക്കില്ലേ, സോ ആ ഒരു ഡെപ്തിന്റെ ഉള്ളിലേക്ക് ബാറ്ററി ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ ബാറ്ററി ഇങ്ങോട്ടും ചാടിപ്പോവില്ല. അതേപോലെ തന്നെ ഈ കൊറോണറി ആർട്ടറി, ഈ റൈറ്റ് കൊറോണറി ആർട്ടറി ഈ ഒരു റൈറ്റ് ഹാഫിന്റെ ഉള്ളിൽ, കൊറോണറി സൽക്കസിന്റെ റൈറ്റ് ഹാഫിന്റെ ഉള്ളിൽ ഫിക്സ്ഡ് ചെയ്ത് ഇരിക്കുകയാണ്. അതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ കൊറോണറി സൽക്കസ് ആന്റീരിയർ പോസ്റ്റീരിയർ പോർഷൻ, ആന്റീരിയർ റൈറ്റ് ഹാഫ് ഉണ്ട്, ലെഫ്റ്റ് ഹാഫ് ഉണ്ട്. റൈറ്റ് ഹാഫിൽ അത് സിറ്റുവേറ്റ് ഇരിക്കുന്നത് റൈറ്റും ആട്രിയത്തിന്റെയും വെൻട്രിക്കലിന്റെയും ഇടയിൽ ബിറ്റ്വീനിൽ ഒബ്ലിക്ക് ആയിട്ടാണ്. അത് അതിന്റെ ഫംഗ്ഷൻ റൈറ്റ് കൊറോണറി ആർട്ടറി ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലെഫ്റ്റ് ഹാഫ് എന്തായിരിക്കും? സെയിം, സ്മോൾ ബിറ്റ്വീൻ റൈറ്റ് ലെഫ്റ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ഇതിൽ ലെഫ്റ്റ് ആട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ലെഫ്റ്റ് ആട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള സ്മോൾ പോർഷനാണ് കൊറോണറി സൽക്കസിന്റെ ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്, ആന്റിയർ പോർഷനിലെ ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. പറഞ്ഞു, കൊറോണറി സൽക്കസിന്റെ ആന്റിയർ പോർഷനിലുള്ള ലെഫ്റ്റ് ഹാഫ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ആട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കലിന്റെയും ബിറ്റ്വീനിലാണ്. കമ്പയർ ടു ദ റൈറ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ അത് സ്മോൾ ആണ്. ഓക്കെ, ഇനി അതെന്താ ചെയ്യണത്? സോ കൊറോണറി സൽക്കസിന്റെ അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ കൊറോണറി സൽക്കസ് ഈസ് ഓവർലാപ്ഡ് ആന്റീരിയർലി ബൈ ദ അസെൻഡിങ് അയോട്ട ആൻഡ് പൾമനറി ട്രങ്ക്. സോ ഇതാണ് നമ്മുടെ ആർച്ച് ഓഫ് അയോട്ട. അസെൻഡിങ് അയോട്ട, ഇത് ആർച്ച് ഓഫ് അയോട്ട. ഈ ആർച്ച് ഓഫ് അയോട്ട വളരെ ഇമ്പോർട്ടന്റ് ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കും. ഇത് ഡിസെൻഡിങ് അയോട്ട. ഓക്കെ, ആ ഒരു ഫുൾ വെസലിന്റെ 3 പാർട്സ്, അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട ആൻഡ് ഡിസെൻഡിങ് അയോട്ട. ഇതാണ് നമ്മുടെ പൾമനറി ട്രങ്ക്. സോ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താ? കൊറോണറി സൽക്കസ് ഈസ് ഓവർലാപ്ഡ് ആന്റീരിയർലി ബൈ ദ അസെൻഡിങ് അയോട്ട ആൻഡ് പൾമനറി ട്രങ്ക്. സോ നമ്മുടെ സൽക്കസ് ഇതിന്റെ ബാക്കിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിന്റെ ബാക്കിലായിട്ടാണ് സൽക്കസ് ഉണ്ടാവുക. അതിന്റെ ഫ്രണ്ടിൽ ഇത് രണ്ടും വന്ന് ഓവർലാപ്പ് ചെയ്യും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഈ ഒരു പെന്നാണ് നമ്മുടെ സൽക്കസ് എന്ന് വിചാരിക്കാം, നമ്മുടെ കൊറോണറി സൽക്കസ്. സോ ഇവിടെ നമ്മുടെ ഇത് ആർച്ച് ഓഫ് അയോട്ട എന്ന് വിചാരിക്കാം. ആർച്ച് ഓഫ് അയോട്ട, ഇത് പൾമനറി ട്രങ്ക്. സോ പൾമനറി ട്രങ്ക് ഇത് രണ്ടും വന്നിട്ട് ഈ ഒരു കൊറോണറി സൽക്കസിനെ ഓവർലാപ്പ് ചെയ്ത് പിടിക്കും. അത്രേ ഉള്ളൂ ആ പോയിന്റ് പറയണത്. ഓക്കെ, സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 3 ഗ്രൂവ്സിനെ കുറിച്ചാണ്. ഇന്ററാട്രിയൽ ഗ്രൂവ്, ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ഗ്രൂവ്, പോസ്റ്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ഗ്രൂവ്. അതിൽ ഫസ്റ്റത്തെ ഇന്റർ ആട്രിയൽ ഗ്രൂവ്. സോ ഇന്റർ ആട്രിയൽ ഗ്രൂവ് നമുക്ക് കാണാൻ പറ്റുന്നത് പോസ്റ്റീരിയർ സർഫസിലാണ്. സോ ഹാർട്ടിന് തന്നെ പോസ്റ്റീരിയർ സർഫസിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ട് ഇത് ആന്റീരിയർ സർഫസിൽ കാണുന്നില്ല? ബിക്കോസ് നമ്മുടെ അയോട്ടയും പൾമനറി ട്രങ്കും, നമ്മൾ നേരത്തെ വരച്ച നമ്മുടെ അയോട്ടയും നമ്മുടെ പൾമനറി ട്രങ്കും ഇതിന്റെ ആന്റീരിയർ സർഫസിലുള്ള ഇന്റർ ആട്രിയൽ ഗ്രൂവിനെ
ആന്റീരിയർ സർഫസിലുള്ള ഇന്ററാട്രിയൽ ഗ്രൂവിനെ ഹിഡൻ ചെയ്യുന്നു, മറയ്ക്കുന്നു. ഇത് രണ്ടും ഇതിന്റെ ബാക്കിലാണ് നമ്മുടെ ഇന്ററാട്രിയൽ ഗ്രൂ വരുന്നത്. സോ അത് മറച്ചു പിടിക്കുന്നതുകൊണ്ട് ആന്റീരിയർ സർഫസിൽ കാണില്ല, പോസ്റ്റീരിയർ സർഫസിൽ കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലായി? ഇന്ററാട്രിയൽ ഗ്രൂ രണ്ട് ആട്രിയത്തിന്റെ ബിറ്റ്വീനിലുള്ളതാണ് ഇന്ററാട്രിയൽ ഗ്രൂ. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇന്ററാട്രിയൽ ഗ്രൂ. ഓക്കെ, അതിന്റെ ഒരു പോയിന്റ് കിട്ടി. ഇനി അടുത്തത് ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ഗ്രൂ. So anterior interventricular groove is nearer to the left margin of the heart. നമ്മൾ നോക്കി, ഇതാണ് ലെഫ്റ്റ് മാർജിൻ, ഇതാണ് റൈറ്റ് മാർജിൻ. സോ ഇതാണ് നമ്മുടെ ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ഗ്രൂവ്. ഇത് ആന്റീരിയർ പൊസിഷനിൽ കാണുകൊണ്ടാണ് ആന്റീരിയർ എന്ന് വന്നത്. പോസ്റ്റീരിയർ പൊസിഷനാണെങ്കിൽ പോസ്റ്റീരിയർ എന്ന് വരും. സോ ഇത് റൈറ്റ് മാർജിൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നോക്കി, ലെഫ്റ്റ് മാർജിൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നോക്കി, ഏതാണ് എടുത്തുള്ളത്? ലെഫ്റ്റ് മാർജിൻ. സോ അതാണ് പറഞ്ഞത്, ലെഫ്റ്റ് മാർജിൻ ഓഫ് ദ ഹാർട്ടിന്റെ എടുത്തായിട്ടാണ് നമുക്ക് ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ് കാണുന്നത്. അതേപോലെ തന്നെ ഇത് റൺസ് ഡൗൺവേർഡ്സ് ആൻഡ് ലെഫ്റ്റ്. ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് കൂടുതൽ നിൽക്കുന്നത്. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനെക്കുറിച്ച്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവിനെ കുറിച്ച്. പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ് ആന്റീരിയറിന് നേരെ ഓപ്പോസിറ്റ്. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ് നമുക്ക് കാണാൻ പറ്റുന്നത് ഡയഫ്രമാറ്റിക് സർഫസിലാണ്. ഇൻഫീരിയർ സർഫസ് നമ്മൾ പറഞ്ഞില്ലേ, സർഫസസിൽ അവിടെയാണ് നമുക്ക് ഈ ഒരു ഗ്രൂവ് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല, അത് നിയറർ ടു ദ റൈറ്റ് മാർജിൻ ഓഫ് ദ ഹാർട്ട്. സോ ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ് ലെഫ്റ്റ് മാർജിൻ ഓഫ് ദ ഹാർട്ട് ആണെങ്കിൽ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ് റൈറ്റ് മാർജിൻ ഓഫ് ദ ഹാർട്ട് ഇവിടെയാണ് കാണുന്നത്. ഇനി ഈ രണ്ട് ഗ്രൂവ്സും, ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവും പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവും, ഈ രണ്ട് ഗ്രൂവ്സും ഇൻഫീരിയർ ബോർഡർ ഓഫ് ദ ഹാർട്ട് നിയറർ ടു ദ എപ്പെക്സ്. ഇതാണ് ഹാർട്ടിന്റെ എപ്പെക്സ് എങ്കിൽ അതിന്റെ ഇൻഫീരിയർ ബോർഡറിൽ, താഴത്തെ ഇൻഫീരിയർ ബോർഡറിലെ എപ്പെക്സിന് നിയർ ആയിട്ട് ഈ രണ്ട് ഗ്രൂവും തമ്മിൽ ഇങ്ങനെ വന്നിട്ട് ബാക്ക് പോസ്റ്റീരിയർ നിന്ന് ആന്റീരിയർ നിന്ന് വന്നിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു പോയിന്റും കിട്ടുന്നതാണ്. സോ നമ്മൾ 3 ഗ്രൂവിനെ കുറിച്ച് പഠിച്ചു. ഇന്ററാട്രിയൽ ഗ്രൂവ്, അത് പോസ്റ്റീരിയർ സൈഡിലാണ് കാണുന്നത്. ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ്, പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ്. എപ്പെക്സ് ഓഫ് ദ ഹാർട്ട്, അതിനെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ അത് എൻറ്റയർലി ഫോംഡ് ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ എപ്പെക്സ് ഓഫ് ദ ഹാർട്ടിന്റെ ഡോമിനേറ്റർ ആരാന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓവർലാപ്ഡ് ബൈ ആന്റീരിയർ ബോർഡർ ഓഫ് ദ ലെഫ്റ്റ് ലങ്. സോ നമുക്കറിയാം ഹാർട്ടിന്റെ ആക്ച്വൽ എപ്പെക്സ് ഇങ്ങനെ വരും. സോ ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ എപ്പെക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ലെങ്സ്, ഓക്കെ, ലെങ്സിന്റെ ആന്റീരിയർ ബോർഡർ, ഓക്കെ, ആന്റീരിയർ ബോർഡർ വന്നിട്ട് ഈ എപ്പെക്സിനെ ഓവർലാപ്പ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇനി LDF അതിന്റെ ഡയറക്ഷനാണ്. അത് ഡയറക്റ്റഡ് ഫോർവേഡ് ആയിരിക്കും, ഡൗൺവേർഡ് ആയിരിക്കും, ആൻഡ് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. ഇത്ര കാര്യങ്ങൾ എപ്പെക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക.